കേരള നോളജ് എക്കണോമി മിഷൻ വാഗ്വാനി ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന 15 എംപ്ലോയബിലിറ്റി ട്രെയിനിങ് കോഴ്സുകളിലേക്ക് ഈ സമയത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് DWMS പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഹോം പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് കാണാവുന്നതാണ്. അതിലെ പ്രൊസീഡ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറഞ്ഞ് 15 കോഴ്സുകൾ എക്സ്പ്ലോർ സെക്ടേഴ്സിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ മൊബൈൽ വഴിയാണ് കയറുന്നതെങ്കിൽ റെക്കമെൻഡഡ് കോഴ്സസിലായിരിക്കും ഇത് ലഭ്യമാവുന്നത്. നിങ്ങൾ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 പേജുകളിലായി നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ആവശ്യമുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോ മോർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാവുന്നതാണ്. കോഴ്സിൻ്റെ വിശദാംശങ്ങളും കോഴ്സിൻ്റെ ഡ്യൂറേഷനും നിങ്ങൾക്ക് അതിൽ നിന്നും ലഭ്യമാവുന്നതാണ്. ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സേഫ്റ്റി പ്രാക്ടീസസ് എന്ന ഒരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ കൺട്രിയും അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സിറ്റിയും സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സിൻ്റെ ഓവർവ്യൂ, കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആദ്യത്തെ പേജിൽ തന്നെ ലഭ്യമാണ്. അതിനുശേഷം കോഴ്സ് കോണ്ടന്റ് നോക്കാവുന്നതാണ്. കോഴ്സ് കോണ്ടന്റ് എന്ന ഐക്കണിനു താഴെ 4 ഘട്ടങ്ങളാണ് കോഴ്സ് പൂർത്തീകരിക്കുവാനായി ഉള്ളത്. ഓറിയന്റേഷൻ, ലെസൺസ്, കോഴ്സ് ഫീഡ്ബാക്ക്, പിന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റും. ഇതിൽ ഓരോ ഘട്ടങ്ങളും പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ സർട്ടിഫിക്കേഷന് അർഹരാകുന്നുള്ളൂ. അതിൽ ലെസൺസിന് താഴെയും നിങ്ങൾക്ക് അസസ്മെൻറ്റുകൾ ഉണ്ടാവും. സമ്മേറ്റീവ് അസസ്മെൻറ്റിന് ലഭിക്കുന്ന മാർക്കായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ തീരുമാനിക്കുന്നത്. 2 തവണയാണ് നിങ്ങൾക്ക് ഈ അസസ്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. 70% മാർക്കുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ സമ്മേറ്റീവ് അസസ്മെൻറ്റ് പാസ്സാകുന്നത്. കോഴ്സ് കോണ്ടന്റിലെ ഓരോ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം പെർഫോമൻസ് എന്ന ഐക്കണിലേക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ കാണാനായി സാധിക്കും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്.